വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിലേക്കാട്ടോ. അവിടെ ന്യൂ ഇയറിനെയൊക്കെ വരവേറ്റുകൊണ്ട് പുതിയ ദീപാലങ്കാരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിത് കാണാനായിട്ട് ഇത്ര നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ എസ് പോയി കറങ്ങി ഇവിടെ വേഗം വരാമെന്ന് കരുതിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഇത്തിരി വളരെ നേരത്തെ തന്നെ എത്തിപ്പോയി. ഒരു 4:30 നമ്മൾ എത്തിപ്പോയി. ആ സമയത്ത് ആരും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റ് ഏകദേശം ഒരു 6 മണിക്ക് ശേഷം ഒരു 6:30 ആകുമ്പോഴായിരിക്കും ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ എത്തി. എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മളെല്ലാവരും ഒന്ന് കറങ്ങി എല്ലാം കണ്ടുകൊണ്ട് നടക്കുക കേട്ടോ. ലൈറ്റൊന്നും ഇല്ലാത്തൊരു സെറ്റപ്പ് നമ്മളെല്ലാം കണ്ടുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോഴും ആൾക്കാരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് അതുപോലെ തന്നെ ലൈറ്റ് വന്നിട്ട് ഇട്ടിട്ട് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നവരുമുണ്ട്, ഒരുപാട് ജനങ്ങളുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വഴിക്ക് എല്ലാം അങ്ങനെ കറങ്ങി നടന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തിരക്ക് വന്നുകൊണ്ടിരിക്കുക. എന്തായാലും നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മൾ ആ ഡ്രാഗണിൻ്റെ ഒരു ഇതുണ്ട്, ഡ്രാഗണിൻ്റെ ലൈറ്റ് ഉണ്ട്, നമ്മളവിടെ വെയിറ്റ് നമ്മൾ ചുറ്റുവട്ടത്തെല്ലാം വീക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ജനങ്ങൾ വരാൻ തുടങ്ങി. ടൈം ആകും തോറും ആൾക്കാർ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, നല്ല പൊടിയാണ്. ആൾക്കാർ വരുന്നതനുസരിച്ച് അവിടുന്ന് പൊടി നന്നായി പൊങ്ങുന്നുണ്ട്. ചില സമയം നമുക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്തൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇടയ്ക്ക് പൊടി വന്നിട്ട്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ആകാംക്ഷഭരിതരായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്, ലൈറ്റ് ഇടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവരും ഇരുന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം നമ്മൾക്ക് സമയം നോക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് ലൈറ്റ് ഓൺ ആക്കുക ലൈറ്റ് ആകുന്നതനുസരിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മക്കളിങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അവർക്ക് ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് അവരതും കൊണ്ട് നടക്കുക. പിന്നെ വേറെ ഒരു ഫാമിലി നമ്മുടെ തൊട്ടടുത്ത് വന്നിരുന്നു. അപ്പോൾ അവരുടെ മക്കളുമായിട്ട് നമ്മുടെ മക്കൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പെട്ടെന്ന് അവിടെ ലൈറ്റ് ഇടാൻ തുടങ്ങി കേട്ടോ. ലൈറ്റൊക്കെ വന്നപ്പോഴേക്കും എല്ലാവരും ആക്റ്റീവായി, എല്ലാവരും ലൈറ്റൊക്കെ കാണാൻ തിടുക്കത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സഡൻ ലൈറ്റൊക്കെ ഓഫായി. ഏതൊരു സാങ്കേതിക തകരാറ് കൊണ്ടായിരിക്കും തോന്നുന്നു. പെട്ടെന്ന് ലൈറ്റൊക്കെ ഓഫായി. പിന്നെയും വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ലൈറ്റ് വന്നത്. എല്ലാവരും ലൈറ്റൊക്കെ പോയപ്പോൾ പിന്നെയും വെയിറ്റിങ്ങാണ്. എപ്പോഴാണ് ലൈറ്റ് വരാനുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ലൈറ്റ് വരും. അപ്പോൾ നമ്മൾ ഈ ഡ്രാഗണിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഫോട്ടോ എടുക്കാൻ നിൽക്കുകയായിരുന്നു. ഭയങ്കര തിരക്കാണ്. അപ്പോൾ വേഗം തന്നെ ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വേഗം ഫോട്ടോ എടുക്കാനുള്ളത് നിൽക്കുകയായിരുന്നു. അതിനിടയ്ക്ക് വീഡിയോയും കുറച്ച് എടുത്തു. പിന്നെ നമ്മളെല്ലാവരും കറങ്ങി നോക്കുകയായിരുന്നു. അപ്പോൾ ലൈറ്റൊക്കെ വന്നപ്പോൾ എല്ലാവരും എണീറ്റ് എല്ലാവരും ഫോട്ടോയ്ക്കും വീഡിയോ എടുക്കാനുള്ള തിരക്കിലായിപ്പോയി. അപ്പോൾ നമ്മൾ ആ ലൈറ്റ് ഇട്ട എല്ലാ ഭാഗങ്ങളൊന്ന് കവർ ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വളരെ മനോഹരമായിട്ട് തന്നെ ആയിട്ടെല്ലാം ചെയ്തു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി ഒരുപാട് കുറവുണ്ട്. അവിടെയൊക്കെയാണ് നമുക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. ലൈറ്റ് മറ്റേ ഇതൊക്കെ ഒരുപാട് കുറവുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ചെറുതായിട്ടുള്ള ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണ്ട ട്രീ ഒക്കെ കണ്ടില്ലേ, അത് നല്ല നേട്ടണം, നല്ല രസമാണ്. ആ മരത്തിൻ്റെ മുകളിലുള്ള ലൈറ്റ്സ് ആയാലും നല്ല രസമാണ്. പിന്നെ നമ്മൾ പോയത് ഏറ്റവും പ്രധാനമായിട്ടുള്ള സാധനം 2026 എന്നുള്ള ലൈറ്റിൻ്റെ അടുത്തേക്കാണ്. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല, നല്ല തിരക്കാണ്. അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ പറ്റില്ല. കാരണം ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, നല്ല തിരക്കാണ്. അപ്പോൾ എന്തെങ്കിലും വന്ന സ്ഥിതിക്ക് അതൊന്ന് കവർ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും അതിൻ്റെ മുമ്പൊന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ നമ്മളപ്പോൾ അതുക്കാട് നിന്ന് മാറി ആ ട്രെയിനിൻ്റെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആ ലൈറ്റൊക്കെ നോക്കി നടന്ന് എന്നാലും 2026 അടുത്ത് എത്തി. നമുക്ക് ആവശ്യത്തിനുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ ഇറങ്ങുക കേട്ടോ. ഭയങ്കര തിരക്കും പൊടിയും കാരണം നിൽക്കാൻ പറ്റില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കവാടത്തിൽ ഇങ്ങനെ കേട്ടോ, മുകളിൽ നിങ്ങൾ ലൈറ്റ്സിന് താഴേക്ക് വീഴുന്ന പോലെ നല്ല ഭംഗിയാണ്. അതായിട്ട് പോകുമ്പോൾ തന്നെ കാണാൻ തന്നെ ഭംഗിയാണ്. പിന്നെ ഇതാണ് അവിടുത്തെ അവസ്ഥ, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.